പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും മിറക്കിൾസ് ആൻഡ്സ് ഓഫ് മിനിസ്റ്ററുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവുമാണ് നമ്മുടെ മീറ്റിങ്ങിൻ്റെ വിജയം. എവിടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ടോ അവിടെ ദൈവം വഴി തുറക്കും. നിങ്ങളോടുള്ള എല്ലാ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അല്പസമയം നമുക്ക് ഗാനശുശ്രൂഷയിൽ പ്രവേശിക്കാൻ പോകുകയാണ്. കർത്താവ് ദാസൻ വിൽസനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ ശ്രേഷ്ഠ ദാസിദാസന്മാർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും നമുക്ക് ഒന്നിച്ചു കൂടുവാൻ കർത്താവ് ഈ ഭൂപരപ്പിൽ ഒരു പ്രാവശ്യം കൂടെ സാവകാശം തന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതെ, പഴയ പാട്ടിൻ്റെ ചില അടികൾ പാടുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നതും പഴയ പാട്ടുകൾ തന്നെയാണല്ലോ. പഴയ പാട്ടത് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. പ്രത്യാശ പരത്തുന്ന കർത്താവിൻ്റെ ദാസന്മാർ എഴുതിയ പാട്ടുകൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ള ആശ്രയമേ. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ള ആശ്രയമേ. പരിലസിക്കും സ്വർണ്ണത്തേരു വീതിയിൽ അതികുതുകലെന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ, മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ. തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കണ്ണുകൾ പാരം കോതിച്ചിടുന്നു, മമ കണ്ണുകൾ പാരം കോതിച്ചിടുന്നു. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. അന്ധതയില്ല നാടേ, ദൈവ തേജസ്സാൽ മിന്നും വീടേ. അന്ധതയില്ല നാടേ, ദൈവ തേജസ്സാൽ മിന്നും വീടേ. തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ, അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ, അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ. വാനവരൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. കഷ്ടതയില്ല നാടേ, ദൈവഭക്തരിൻ വിശ്രാമമേ. കഷ്ടതയില്ല നാടേ, ദൈവഭക്തരിൻ വിശ്രാമമേ. പുകൾ പെരുകും പുത്തൻ യെരൂശലേമേ, തിരുമാർവിൽ എന്നു ഞാൻ ചാരിടുമോ, തിരുമാർവിൽ എന്നു ഞാൻ ചാരിടുമോ.
വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. ശുദ്ധവും ശുഭ്രവുമായുള്ള ജീവജല നദിയിൻ, ശുദ്ധവും ശുഭ്രവുമായുള്ള ജീവജല നദിയിൻ. ഇരുകരയും ജീവവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിൻ ഉദ്യാനമേ, പരിലസിക്കും ദൈവത്തിൻ ഉദ്യാനമേ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. കർത്തൃസിംഹാസനത്തിൻ ചുറ്റും വീണകൾ മീട്ടിടുന്ന, കർത്തൃസിംഹാസനത്തിൻ ചുറ്റും വീണകൾ മീട്ടിടുന്ന സുരവരരെ ചേർന്നു പാടിടുവാൻ ഒരു മോദം പാരം വളരുന്ന ഹോ, ഒരു മോദം പാരം വളരുന്ന ഹോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, 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 എന്നു ഞാൻ ചേർന്നിടുമോ. ഹല്ലേലൂയ. ഇന്ന് ഈ പാട്ട് പാടുമ്പോൾ പലരും പാടാൻ ആഗ്രഹിക്കത്തില്ല, കാരണം ഈ ലോകത്തിൽ നിന്ന് പോകാൻ വലിയ ഇഷ്ടമില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമുക്ക് വീണ്ടെടുക്കപ്പെട്ട, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് എങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തെ മറന്ന് ജീവിപ്പാൻ കഴിയും? അതെ, ആ കരുണയുടെ മഹാത്മ്യം എങ്ങനെ വർണ്ണിപ്പാൻ കഴിയും? അത് ഓർക്കുന്ന ഒരു പാട്ട് നമുക്ക് പാടാം. ഹല്ലേലൂയ. കരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വന്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വന്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം. പശുശാലയിൽ ജനിച്ച കർത്താവ് കടക്കാൻ സ്ഥലമില്ലാതെ അവിടെയാണ് കിടക്കുന്നത്. ഒരു ഭവനം ലഭിച്ചില്ല. ദൈവസുതൻ പശുശാലയിൽ നരനാ അവതരിച്ചതു വേറും കഥയോ. ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വേറും
കഥയോ ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസ. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകൃപയുടെ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണേ ധനമാഹാത്മ്യം. അനുദിനമനവധി അനുഗ്രഹഭാരം അനുഭവിച്ചൊരു ജനമമെനു. അനുദിനമനവധി അനുഗ്രഹഭാരം അനുഭവിച്ചൊരു ജനമവനു. കരിവൊരു കണികയുമെന്നിയെ നൽകിയ കഴുമരം ചുമപ്പതും കാണീ. കനിവൊരു കണികയുമെന്നിയെ നൽകിയ കഴുമരം ചുമപ്പതും കാണീ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം. കുരിശു ചുമന്നവൻ ഗിരിമുഖലേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ. കുരിശു ചുമന്നവൻ ഗിരിമുഖലേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ. ശരിക്കിരുമ്പാണികൾ തറപ്പതിനാൽ അതു സ്മരിക്കുവിൽ വിസ്മയനീയം. ശരിക്കിരുമ്പാണികൾ തറപ്പതിനാൽ അതു സ്മരിക്കുവിൽ വിസ്മയനീയം. ദൈവകരുണയിൽ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് മഹത്വം.
അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച് സഹായിച്ച 2 ദൈവദാസന്മാരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം കുടുംബമായി ധാരാളമായി നിങ്ങൾ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമ്മുടെ സാക്ഷ്യം പറയുന്ന ജോർജ് പാസ്റ്ററെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഷേർലി സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രീസിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവഭക്തന്മാരെയും ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. ഇന്ന് നമ്മളോട് സാക്ഷ്യം പറയുവാനായി കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ ജോർജ് കുട്ടിയാണ്. നിരണം സ്വദേശിയാണ്, തിരുവല്ല നിരണം സ്വദേശിയാണെങ്കിലും ഇപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂരിനടുത്ത് പീച്ചി എന്ന സ്ഥലത്ത് നിന്നാണ്. അദ്ദേഹം ദീർഘനാൾ കർത്താവിന്റെ വേലയിലായിരുന്നു. ഏകദേശം 34 വർഷത്തോളം സഭാ ശുശ്രൂഷകനായി പലയിടങ്ങളിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഏകദേശം ഒരു 19 വർഷത്തോളം ആൻഡമാൻസിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ ഷുഗറിന്റെ ഒക്കെ ബുദ്ധിമുട്ട് കാരണം കാലിന് അല്പം വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടായി, കണ്ണിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതുമൂലം 2 കാലിലും ആംപ്യൂട്ടേഷൻ ചെയ്യേണ്ടി വന്നു. ഒരു ദാരുണമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മളോട് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്നാലും കർത്താവിന്റെ ആ ഒരു ധൈര്യത്തിലും സ്നേഹത്തിലും മുന്നോട്ട് പോകുവാൻ, ആ ഒരു തീഷ്ണതയുള്ള കർത്താവിനടുത്തുള്ള ആ സ്നേഹത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കണ്ണിന്റെ കാഴ്ച ഏകദേശം കുറച്ച് മടങ്ങി വരുവാനിടയായി. കൂടുതൽ സാക്ഷ്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാം. ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് പീച്ചിയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ലെജി, മക്കളായ ജോജി, ജോയൽ, ഇവരെല്ലാം നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ വിടുതലിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന് കർത്താവ് ആക്കുന്നത് പോലെ കർത്താവിന്റെ ശുശ്രൂഷയിൽ മുന്നിട്ട് വരുവാനായിട്ട് നമ്മൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമേ. പാസ്റ്റർ ജോർജ് കുട്ടിയെ സാക്ഷ്യം പറയുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സൂം മീറ്റിംഗിൽ എനിക്ക് കടന്നു വരുവാൻ എനിക്കൊരു അവസരം ഒരുക്കി തന്ന ഈ സൂം മീറ്റിംഗിന്റെ അഡ്മിൻ പാസ്റ്റർ മാത്യു അവറുകൾ, അതുപോലെ തന്നെ എന്നെ ഈ സൂമിലേക്ക് പരിചയപ്പെടുത്തിയ ജയകുമാരി സിസ്റ്റർ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തില് എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ സിസ്റ്റർ, അതുപോലെ ഗാനം ആലപിച്ച ദൈവദാസൻ ദൈവദാസൻ, അതിൽ ഇത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, കുടുംബങ്ങൾ, വ്യക്തികൾ, എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. എന്റെ പേര് പാസ്റ്റർ ജോർജ് കുട്ടി. എന്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ നിരണം വില്ലേജിലാണ്. ഒരു മർത്തോമ കുടുംബത്തിൽ നിന്ന് ഏകനായി ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് ഇന്ന് വരെയും ദൈവം നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പ്രിയാങ്കളെ പാട്ട് പാടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്, ഞാനും പാടാറുള്ളതെല്ലാം പഴയ പാട്ടുകളാണ്. ഞാൻ അങ്ങനെ പുതിയ പാട്ടുകളൊന്നും പാടുക പതിവില്ല. പഴയ പാട്ടുകളാണ് മിക്കവായി. പാട്ട് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കർത്താവിനോട് ചേർന്നിരിപ്പാൻ, ദൈവത്തിലേക്ക് ചേരുവാൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സർവ കൃപാലുവാ ദൈവം ധാരാളമായി സഹായിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് സന്തോഷം തരുന്ന ഒരു പാട്ടിന്റെ 2 ചരണം പാടി ഞാൻ എന്റെ അനുഭവ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെക്കുവാന് ഞാന് ദൈവത്തെ ശരണപ്പെടുകയാണ്. എനിക്ക് പാട്ട് വലുതായിട്ട് അറിയത്തില്ലെങ്കിലും ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് പാടുവാൻ ഞാന് ദൈവത്തെ ശരണപ്പെടുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം കലങ്ങും
പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ, എന്നെ വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ഇണയില്ല കുറുപ്രാവുപോ ഞരങ്ങുന്നു പ്രിയനെ ചേരുവാൻ. ഇണയില്ല കുറുപ്രാവുപോ ഞരങ്ങുന്നു പ്രിയനെ ചേരുവാൻ. നാദാ വരുവാൻ താമസമെങ്കിൽ, നാദാ വരുവാൻ താമസമെങ്കിൽ, വീഴാതെ നിർത്തേണമേ, എന്നെ വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. പ്രൈസ് ദി ലോർഡ്. എന്റെ സാക്ഷ്യം മുഴുവൻ ആ പാട്ടിൽ അടങ്ങിയിട്ടുണ്ട്. കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. എന്റെ ചെറിയ പ്രായത്തിലുള്ള ചില പശ്ചാത്തലം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകുവാനാണ് ഇന്ന് ശരണപ്പെടുന്നത്. എന്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും ഒരനുഗ്രഹവും വിടുതലുമായി തീരണം എന്ന് ഞാൻ പൂർണ്ണമായും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കഴിയും. നിരാശയിൽ, ഭാരത്തിൽ, വേദനയിൽ ആയിരിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസവും വിടുതലുമായി തീരുമെന്ന് ഇന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിന് ദൈവം സഹായിക്കട്ടെ. ഒരു മർത്തോമാ കുടുംബത്തിൽ നിന്ന് ഏകനായി ദൈവസനിൽ ഇറങ്ങി തിരിച്ചു. 8 മക്കളിൽ 7ാമത്തവനായി ജനിച്ച് വളർത്തപ്പെടുവാനിടയായി തീർന്നു. എന്റെ കുടുംബ പശ്ചാത്തലം പറയുമ്പോൾ വളരെ സാധാരണക്കാരിൽ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ഞാൻ ഇന്നും സന്തോഷത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു സംഗതി ഉണ്ട്. എന്റെ ചെറുപ്രായം മുതൽ പട്ടിണി കിടന്ന് വളർന്ന സന്ദർഭം ഇന്ന് പ്രഭാതം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം 3 നേരം ഭക്ഷണം കഴിച്ച ഒരൊറ്റ ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലവും എന്റെ കുടുംബത്തിന്റെ ഭാരവും അപ്രകാരമായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു വർഷം ഒരു മുണ്ടും ഒരു ഷർട്ടും കൊണ്ട് മാത്രമാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറയാം, അതുകൊണ്ട് എനിക്ക് ആഡംബര ജീവിതമോ എനിക്ക് യാതൊരു കാരണവശാലും ഇഷ്ടവും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. കാരണം ചെറുപ്രായം മുതൽ ഒന്നിനോടൊരു താല്പര്യമോ എന്റെ ജീവിതത്തിൽ നല്ലതുപോലെ എന്റെ ആഗ്രഹത്തിന് ഭക്ഷണം കഴിക്കുവാനോ വസ്ത്രം ധരിക്കുവാനോ കഴിയാത്തത് കൊണ്ട് ഇന്നും ആ താല്പര്യം എന്റെ മനസ്സിൽ വന്നിട്ടില്ല. ദൈവം എപ്രകാരം കൊണ്ടുപോകുന്നു അപ്രകാരം മാത്രം മുൻപോട്ട് പോകുവാനാണ് ഇന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിച്ച് മുൻപോട്ട് പോകുന്നത്. ഏകനായി വിളിച്ചു വേർതിരിച്ചു, ദൈവത്തിൽ ഇറങ്ങി തിരിച്ചു. വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. ഒറ്റപ്പെട്ട സന്ദർഭത്തിൽ, വെറുക്കപ്പെട്ട സന്ദർഭത്തിൽ കൈവിടാതെ ദൈവം നടത്തി. വളരെ പെട്ടെന്ന് മുൻപോട്ട് പറഞ്ഞു പോവുക. ദൈവം എന്നെ തന്റെ വേലയ്ക്കായി വിളിച്ച് വേർതിരിച്ചു എന്ന് എനിക്ക്
ഉത്തമ ബോധ്യമുണ്ടായ ദൈവാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെട്ട് സംസാരിച്ചത് കൊണ്ട് ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങി തിരിച്ചു. അപ്പോഴും എന്റെ കുടുംബത്തിൽ പ്രതികൂലമുണ്ടായി. പ്രൈസലോ, ഞാനൊരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു ദർശനം കണ്ടു. വെളിച്ചം എന്റെ റൂമിൽ ഉദിച്ചു. ആ ദർശനത്തിൽ കണ്ട് വാക്യം എന്നെ വെളിപ്പെടുത്തി തന്നു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാര് ചുരുക്കമെന്ന് ഒരു വാക്യം എന്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. ഞാനത് പൂർണ്ണമായി എന്ന് വീശാൻ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ഞാൻ പ്രഭാതത്തിൽ ഓടിച്ചെന്ന് പാസ്റ്ററോട് വിവരം ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞു ഇന്നതാണ് വിഷയം, ദൈവം തന്ന ദർശനം ഇതാണ്. ഞാനത് പാസ്റ്ററോട് പാസ്റ്ററെ, എന്റെ വീട്ടുകാരോ എന്റെ ചാർച്ചക്കാരോ ഒന്നും സമ്മതിക്കുന്നില്ല. എന്റെ അമ്മാച്ചനാണെങ്കിൽ മർത്തവമായിലെ വലിയൊരു ഉപദേശിയാണ്, അറിയപ്പെടുന്ന ഒരു ഉപദേശിയാണ്. ആള് സമ്മതിക്കത്തിന് എന്ത് ചെയ്യും? ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു വിശ്വസിക്കുക, എല്ലാവരും കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവമുണ്ട്, അവൻ തള്ളിക്കളയത്തില്ലെന്ന് എന്നെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കണമെന്ന് താല്പര്യപ്പെട്ട് എന്റെ ഭവനത്തിൽ ചെന്ന് പറഞ്ഞ് വിസമ്മതിച്ചുവെങ്കിലും ഞാൻ ധൈര്യപ്പെട്ടു. ദൈവനെ നടത്തുമെന്ന്. ഞാനൊരു ദിവസം രാവിലെ ഒരു കവറിൽ 2 ജോഡി ഡ്രസ് ഉണ്ടായിരുന്നു. ആ കവറിലെടുത്ത് എന്റെ ചർച്ചിൽ ചെന്നു. ചർച്ചിൽ ചെന്നപ്പോ പാസ് ഒരു ബാഗ് മേടിച്ച് എനിക്ക് വെച്ചിരുന്നു. ബാഗിൽ വെച്ച് തുണി വെച്ച് ആ പാസ് എന്നെ തെങ്കാശി ഏഷ്യൻ സെമിനാരിയിൽ പഠനത്തിനായി കൊണ്ടെത്തിച്ചു. ഞാൻ പാസ്റ്ററോട് പാസ് കൊണ്ടാക്കുന്നു, എന്റെ വീട്ടുകാരെന്നെ സഹായിക്കത്തില്ല, എന്നെ സഹായിപ്പാൻ മറ്റാരുമില്ല. എന്നോട് പാസ്റ്റർ പറഞ്ഞ വ്യക്തമായ സംസാരമുണ്ട്. വിഷമിക്കരുത്, ദൈവമാണോ വിളിച്ചതെങ്കിൽ ദൈവം കരുതുവാൻ വിശ്വസ്തനാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, ആ ഒരു വർഷക്കാലം എന്റെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം ആ പാസ്റ്റർ എനിക്ക് ചെയ്തു തന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. എന്റെ വീട്ടുകാരെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ എന്റെ കാര്യങ്ങൾ ദൈവം ഭംഗിയാക്കി തീർത്തു. ഒരു വർഷം ഒന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. പിന്നെ എനിക്ക് പഠിക്കണമെന്ന് വളരെ താല്പര്യമുണ്ടായി. ഞാൻ പാസ്റ്ററോട് പറഞ്ഞ് പാസ്റ്റർ ചോദിച്ചു, ഇനിയും പഠിക്കണമെന്ന് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ദൈവം എന്നെ കരുതുമെന്ന്, എനിക്ക് വേണ്ടി കരുതുമെന്ന്. ഞാൻ മല്ലപ്പള്ളി C9 അഡ്മിഷനായി കൊടുത്തു. അവിടെ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. ദൈവമക്കളെ 3 വർഷം പിന്നെ ഇവിടെ പഠിക്കുവാൻ ദൈവം അവസരം ഒരുക്കി. എന്റെ വീട്ടുകാരെയോ എന്റെ ചാർച്ചക്കാരെയോ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. കാരണം എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ, അവൻ തള്ളിക്കളയത്തില്ലെന്ന് ഞാൻ പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിച്ചു. അപ്രകാരം ദൈവം എന്നെ മുൻപോട്ട് പോയി. 2 വർഷം പഠനം കഴിഞ്ഞു. 1 മാസക്കാലം ഞാൻ ബോംബെയിലെ മീറ്റിങ്ങിനായി ക്ഷണിച്ചു. വിവിധ ഇടങ്ങളിൽ ബോംബെയിൽ കർത്താവിന്റെ വേലയ്ക്കായി സുവിശേഷ വേലയ്ക്കായി ദൈവനെ സംസാരിക്കാൻ ക്ഷണിച്ച് അവിടെ കടന്നുപോയി. 3-ാമത്തെ വർഷം പഠിക്കുവാൻ എത്ര രൂപ വേണമോ അതിലുപരിയാതെ അവന്റെ കയ്യിൽ എനിക്ക് തന്നു എന്നുള്ളത് ഇന്ന് പ്രഭാത സന്തോഷത്തോടെ പറയുക ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ദൈവം വിളിച്ചെങ്കിൽ ദൈവം വിശ്വസ്തനാ, അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ സമയം മുതൽ ഇന്ന് വരെ, ഇന്ന് ഈ നിമിഷം വരെ ദൈവത്തിന്റെ കാവലും സൂക്ഷിപ്പും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ തള്ളിക്കളഞ്ഞ കല്ല് മൂല തീർന്നിരിക്കുന്നുവെന്ന് ഇന്ന് പ്രവാചക ധൈര്യത്തോടെ പറയുവാൻ കഴിയുമെങ്കിൽ എല്ലാവരും തള്ളിക്കളഞ്ഞ് എല്ലാവരും ഉപേക്ഷിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ എന്റെ കരത്തിൽ പിടിച്ചിരിക്കുക, അതുകൊണ്ട് ആരും അതിനെ ഭരിച്ചു കളയത്തില്ലെന്ന്. ഇന്ന് ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, എന്റെ കേൾക്കുന്ന ആരെങ്കിലും മനോഭാരത്തോടെ വേദനയോടെ ഈ ദൈവം ഈ സാക്ഷ്യം ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് പ്രഭാതം നിമിഷം വിളിച്ചു പറയാ, കൈവിടുന്ന ദൈവമല്ല, അവൻ കരത്തിൽ പിടിച്ചു നടത്തുന്ന ദൈവമാണ്. പ്രിയരെ പറയട്ടെ, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. ഞാൻ സുവിശേഷ വേല ചെയ്തതെല്ലാം സാധാരണക്കാരുടെയൊക്കെയാണ്. മൂന്നാർ ജില്ലയിൽ കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്നിടമാണ്. നീലഗിരി ജില്ലയിൽ സ്തോത്രം അയ്യമ്പള്ളി എന്ന് പറയുന്ന സ്ഥലം, അത് ആദിവാസികളുടെ ഏരിയയാണ്. എനിക്ക് സന്തോഷം അവരോടാണ്. ഞാൻ ആദിവാസികൾ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ കേന്ദ്രത്തിൽ പറഞ്ഞു, ഇനി എനിക്ക് ആദിവാസികളിലേക്ക് പോകാൻ പറ്റത്തില്ലെന്ന്. അവരോട് പറഞ്ഞില്ല, പാസ്റ്ററെ ഇനിയും വിടത്തില്ലെന്ന്. അടുത്ത ട്രാൻസ്ഫർ എനിക്ക് നീലഗിരിയിൽ നിന്ന് തന്നു, അട്ടപ്പാടി പാക്കുളത്തേക്ക്. പറയട്ടെ, എവിടെ പോകാൻ പറഞ്ഞാലും വയ്യ എന്നോ അവിടെ പോയി അന്വേഷിക്കോ എന്താണെന്ന് ഒരു കാര്യം ചിന്തിക്കത്തില്ല. കാരണം ദൈവം വിളിച്ചതാ,
അവൻ വിശ്വസ്തനാണ്, അവൻ കൈവിടത്തില്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഇവിടുന്ന് എല്ലാവൻ ദൈവം താങ്ങി എന്ന് പറയുന്ന സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ആൻഡമാൻസിലേക്ക് ട്രാൻസ്ഫർ തന്നു. ട്രാൻസ്ഫർ തന്ന് എനിക്ക് ആൻഡമാൻസിനെ കുറിച്ച് അറിയത്തില്ല എന്താണെന്ന്, എവിടെ എങ്ങനെ പോകണം, എന്താണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആൻഡമാൻസിൽ എന്നെ വിളിച്ചു, ഞാൻ അവിടെ ചെന്നു, ഓർഡർ എഴുതി കൈ തന്നു. ഞാൻ എന്റെ ബീച്ചിൽ ഭാര്യ വീട്ടിൽ വിളിച്ചു, ഞാൻ ആൻഡമാൻസിലേക്ക് ഓർഡർ തന്നെന്ന് എന്നോട് അറിയാമോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ലെന്ന്, പോകാൻ പറഞ്ഞ ധൈര്യപ്പെട്ടെന്ന്. എനിക്ക് അവിടെ നിന്ന് സ്തോത്രം കാര്യങ്ങളെല്ലാം ചെയ്തു. എനിക്ക് വണ്ടിക്കൂലി ചോദിച്ചു, 2000 രൂപ വണ്ടിക്കൂലി തന്നു. ഇങ്ങോട്ട് ഇറങ്ങിയ ഓഫീസിൽ താഴെ ഇറങ്ങിയപ്പോൾ എന്നോട് എന്റെ നാട്ടുകാരൻ ചോദിച്ചു, പാസ്റ്റർ എങ്ങോട്ടാ മാറ്റം? ഞാൻ പറഞ്ഞു ആൻഡമാൻസിലേക്ക്. ആ വ്യക്തി ഞാൻ ഇന്ന് ഓർക്കുന്നു, ആ കേട്ട വാക്ക് നിമിത്തം ഒരു 10 മിനിറ്റ് സ്തോത്രം ചഞ്ചലിച്ച് അവിടെ ഒന്നും മിണ്ടാതെ വാ തുറക്കാതെ അവിടെ നിന്നു. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ആരോടെങ്കിലും അന്വേഷിച്ചോ? ഞാൻ പറഞ്ഞില്ല, ആരോടും അന്വേഷിച്ചില്ല, ഞാൻ എന്നോട് പോകാൻ പറഞ്ഞ ഞാൻ പോവുകയാണെന്ന്. അന്ന് പാസ്റ്റർ പോന്ന് പറഞ്ഞ് എന്റെ അല്പം പൈസ തന്നു. എന്നോട് പറഞ്ഞു ഇതുകൂടെ കയ്യിലിരിക്കട്ടെ, ആവശ്യം വരുമെന്ന്. വേറെ പറയട്ടെ, ഞാൻ തൃശ്ശൂർ ബീച്ചിൽ വന്നു, അതുകൊണ്ട് പൈസ കൊണ്ട് തികയത്തിൽ ആരോട് ചോദിക്കും, ആര് തരും? എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സൈക്കിള്, മെഷീന് ഉണ്ടായിരുന്നെല്ലാം വിറ്റ് ഞാൻ ആൻഡമാൻസിലേക്ക് കടന്നുപോയി. ആൻഡമാൻസിൽ കടന്നുപോയി ചെന്നൈയിൽ ചെന്നു. ചെന്നൈ ചെന്ന് 4 ദിവസം ഷിപ്പിൽ പോകാൻ. ചെന്നൈ ചെന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ആൻഡമാൻസിൽ 4 ദിവസം പോകണമെങ്കിൽ ഷിപ്പിൽ പൈസ വേണം. എന്റെ കയ്യിൽ അതിനുള്ള തികയത്തില്ല. ഞാൻ എന്ത് ചെയ്യും? ആരോട് ചോദിക്കും? ആരും പരിചയക്കാരില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ എന്നോട് പോകാൻ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിറങ്ങി തിരിച്ചു. നീ എന്നെ കൈവിടരുത്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ടിക്കറ്റ് എടുത്തു. എന്റെ കുടുംബത്തെ ഞാൻ മേലിൽ അത് ലോഡ്ജിൽ കയറ്റി വിട്ടിയ റോഡില് ഒരു കറുത്ത പാൻറ്, ഒരു വെള്ള ഷർട്ട് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്താണ് ഈ നടക്കുന്നത്? നാളെ രാവിലെ കയറി പോണ്, എന്ത് ചെയ്യും? ആരോട് പൈസ അന്വേഷിക്കും? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. 5-6 പ്രാവശ്യം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി എന്റെ എതിരെ വന്നൊരു പ്രൈസലോട് പറഞ്ഞു. ഞാനും പറഞ്ഞു പ്രൈസലോട്. എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആൻഡമാൻസിലേക്ക് ട്രാൻസ്ഫർ ഞാൻ പോവുകയാണ്. ആ വ്യക്തി എന്നോട് ചോദിച്ച ചോദ്യം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. പാസ്റ്റർ ആൻഡമാൻസിനെ കുറിച്ച് അന്വേഷിച്ചോ? അവിടെ ആരെങ്കിലും അറിയാമോ? എന്തെങ്കിലും ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊരു പൊട്ടനെ പോലെ പോവുകയാണെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു പാസ്റ്റർ അന്വേഷിച്ച് പോകേണ്ടതായിരുന്നു, അല്ലാതെ പോകരുതായിരുന്നു. ഞാൻ പറഞ്ഞു ദൈവനെ വിളിച്ചതാണ്, ഞാൻ ധൈര്യമായി പോകുന്നു. വേറെ വ്യക്തി എന്നോട് പറഞ്ഞു പാസ്റ്റർ സമർപ്പണവും ധൈര്യവും നല്ലതാണ്. ഞങ്ങളുടെ ബ്രദർമാര് പോകുന്നതിന്റെ കൂട്ടാണ്. TPM-ലെ ഒരു വിശ്വാസിയായിരുന്നു, അതുപോലെ അങ്ങ് പോവുകയാണെന്ന്. ഞാൻ വ്യക്തി എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചോദിച്ചു. ഉച്ചയ്ക്ക് ചോറെല്ലാം മേടിച്ചു തന്നിട്ട് വൈകിട്ട് വരാമെന്ന്. വൈകിട്ട് വന്നു, കാര്യങ്ങളെല്ലാം ചെയ്തു പോയപ്പോൾ എന്റെ കയ്യിൽ അല്പം പൈസ തന്നു. എന്നിട്ട് പറഞ്ഞ് പാസ്റ്റർ ഇത് കയ്യിലിരിക്കട്ടെ, ഇതുകൊണ്ടൊന്നും ആകത്തില്ല, ഇതുകൂടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ വരാമെന്ന് പറഞ്ഞു. രാവിലെ വന്ന് ഷിപ്പിന് പോകുന്നതിന് മുമ്പേ 2 കവർ നിറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് ഷിപ്പിലുള്ളത്. എന്നിട്ട് പറഞ്ഞ് പാസ്റ്റർ ഇത് കൊണ്ടൊന്നും ആകത്തില്ല, ദൈവം കരുതും, ചെന്നിട്ട് വിളിക്കാനൊക്കെ പരിപ്പിയരെ ഞാൻ കണ്ടിട്ടില്ല ആളിനെ. അന്ന് കണ്ടത് അതിപ്പിനാളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെയായി. ഞാൻ പറയട്ടെ, ദൈവം ആൻഡമാൻസിൽ കൊണ്ടെത്തിച്ചു. പ്രൈസലോ. ആൻഡമാൻസിൽ നിന്ന് അത് ഷിപ്പ് ഇറങ്ങി അവിടുന്ന് 310 കിലോമീറ്റർ ദൂരത്ത് ചെല്ലണം. ആൻഡമാൻസിന്റെ അങ്ങേറ്റത്താണ്. ബസ് കയ്യിൽ പോയി കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ അവിടെ ചെന്ന് ബസ് ഇറങ്ങി ഉടനെ എന്നെ സ്വീകരിക്കാൻ വന്നത് എന്റെ നാട്ടുകാരനാണ്. എന്നെ കണ്ട് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് കരയുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, അതൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എന്താ കരയൊന്നുമില്ല പാസ്റ്റർ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. എന്നെ വണ്ടിയിൽ കയറ്റി ഹോളിൽ കൊണ്ടുപോയി സാധനങ്ങളെല്ലാം ഇറക്കി. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ വിവരങ്ങളെല്ലാം അറിഞ്ഞു. കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നീയാണ് എന്നെ അയച്ചത്, നിന്റെ ഗിതത്തിനാണ് ഞാൻ എന്നെ ഇവിടെ വിട്ടത്, നിന്റെ ഗിതോട് വെളിപ്പെടണം. പ്രിയരെ പറയട്ടെ, അവിടെ ഉള്ളത് ആകെ 3 വീട്ടുകാരാ, 3 ജോണന്മാരാ. 2 സമയത്ത് ആരാധനയാണ്.
അതുകൊണ്ട് ആ സമയത്താണ് എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കി അങ്ങോട്ട് വിട്ടത്. ഞാൻ സന്തോഷത്തോടെ അവിടെ ചെന്നു. യാതൊരു നിരാശയും ഭാരവും ഉണ്ടായിരുന്നു. ഒത്തിരി ബുദ്ധിമുട്ട്, ഭാരങ്ങൾ, വേദനകൾ, പറ്റുകളൊക്കെ ശ്രമിച്ചു. എങ്കിൽ ദൈവം കൈവിട്ടില്ല എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ മക്കളെയൊക്കെ വളർത്തിയത് എങ്ങനെയാണെന്ന് പോലും പറയുവാൻ കഴിയാത്ത സന്ദർഭത്തിൽ ദൈവം താങ്ങി നടത്തി. അങ്ങനെ ചില വർഷങ്ങൾ അവിടെയായി. അത് കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് എന്റെ ശരീരത്തിൽ രോഗങ്ങൾ ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ് ഓരോ രോഗത്തിനും ചികിത്സിക്കുവാനുള്ള സൗകര്യക്കുറവുണ്ട്. അതിങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ 5.5 വർഷമായി ഞാനൊരു രോഗിയായി ഇങ്ങനെ കിടക്കുകയാണ്. ആരും സഹായമില്ല. എന്റെ കുടുംബക്കാര്, ഞാൻ ഒറ്റപ്പെട്ട സന്ദർഭമുണ്ട്. സങ്കടത്തോടെ, കരച്ചിലോടെ, വേദനയുടെമായിട്ട് എല്ലാവരെയും ഞാൻ സ്നേഹിച്ചവർ, ഞാൻ കൂടെ നിന്നവർ, ഞാൻ കൂട്ടിക്കൊണ്ട് നടന്നവർ, തോളോട് ചേർന്ന് നടന്നവർ എന്നെ കൈവിട്ടു, എന്നെ ഉപേക്ഷിച്ചു, എന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിൽ ഞാൻ സങ്കടത്തോടെ പറയട്ടെ പ്രിയരെ. എങ്കിലും ഒരു കാര്യം ധൈര്യമുണ്ട്, ദൈവം കൈവിട്ടില്ല. മനുഷ്യൻ കൈവിട്ടാൽ ദൈവം കൈവിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറന്നാൽ ഞാൻ നിന്നെ മറക്കത്തില്ല. പ്രസവിച്ച സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? എന്നാൽ ഞാൻ നിന്നെ മറക്കത്തില്ല. എന്തുകൊണ്ട്? ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാണ്. വഹിക്കുകയല്ല പ്രിയരെ, അവൻ വരച്ചിരിക്കുക. അതുകൊണ്ട് ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. അവൻ വരച്ചതുകൊണ്ട് ഇന്ന് വരെ ദൈവം നിർത്തി എന്ന് പറയുന്നതിൽ പ്രൈസ് ദി ലോർഡ് എനിക്ക് വളരെ സന്തോഷവും ആനന്ദവും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ അനുഭവിച്ചെങ്കിലും സ്വർഗം താങ്ങി നടത്തി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. എന്നെ താങ്ങി നിർത്തിയത്, എന്റെ ആവശ്യങ്ങളിലൊക്കെ കൂട്ടുനിന്നത് എന്റെ പെങ്ങളും കുടുംബവുമാണ്. അവർ ഡൽഹിയിലായിരുന്നു. എന്റെ പെങ്ങളും കുടുംബം, ഭർത്താവ് മരിച്ച ആദ്യം, എന്റെ പെങ്ങളും മരിച്ചു. രണ്ടുപേരും മരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ആശ്രയം അവിടുത്തെ നിന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ചോദിക്കുന്നത് മുമ്പ് എന്റെ കാര്യങ്ങൾക്ക് നിവർത്തനം ഉണ്ടാകുമായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞു, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. പ്രിയരെ പറയട്ടെ, ദൈവം ഇന്ന് വരെ ഉപേക്ഷിച്ചില്ല. എന്റെ ശരീരത്തിൽ ഞാൻ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നെങ്കിലും എന്റെ ശരീരത്തിൽ 7 ഓപ്പറേഷൻ ആണ്ടവാശി ചെയ്തു കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ ജീവനോടെ ഇരിക്കുമെന്നോ, ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുമെന്നോ, എന്റെ സാക്ഷ്യവാചകങ്ങളോട് പറയുമെന്നോ ഈ ലോകത്തിലുള്ള ഒറ്റ ഡോക്ടർമാരോട് പറഞ്ഞതല്ല. മരണം മുൻപിൽ കണ്ടതാ, ശവടക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതാ. എങ്കിൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് പകൽ പറയട്ടെ, എന്നെ കൈവിടാത്ത ഒരു ദൈവം ഉണ്ടായിരുന്നു. വേറെ എന്റെ വലതുകാലം മുട്ടിന് താഴെ വെച്ച് മുറിക്കേണ്ട കാരണമാണ്. വേരിക്കോസ് ഷുഗർ ഉണ്ടായിരുന്നു. അതിനോട് വേരിക്കോസ് വന്നു. ഞരമ്പിന്റെ രക്തോട്ടം നിന്ന് കാല് പഴിച്ചു. എന്റെ കയ്യിൽ പണവും പ്രതാപവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വളരെ ദുഃഖത്തോടെ പറയുന്നെങ്കിൽ അതിന് സന്തോഷം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വലതുകാലം മുറിക്കേണ്ട വരത്തില്ലായിരുന്നു. ഡോക്ടർമാർ പലരും പറഞ്ഞു, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാണിക്കാൻ പറഞ്ഞു. എന്റെ കുടുംബത്തിന്റെ സ്ഥിതിയും പശ്ചാത്തലവും അങ്ങനെ ആയതുകൊണ്ട് അവിടെ വെച്ച് തന്നെ കാല് മുറിക്കേണ്ടി വന്നു. കാല് മുറിച്ചു, എന്റെ വലതുകാല് മുറിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തു. എന്റെ വലതുകാല് സൗഖ്യമായി. ഞാൻ വലതുകാല് വെച്ച് കാല് വെച്ച് ഞാൻ നാട്ടിൽ ഒരു പ്രാവശ്യം കടന്നു വരികയും ചെയ്തു. പല സഭകളിൽ മീറ്റിങ്ങിനൊക്കെ കടന്നു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും മാനസിച്ചെന്നു. ചില മാസം കഴിഞ്ഞപ്പോൾ എന്റെ ഇടതുകാലിന് ഭാരം. രാത്രി കിടക്കത്തില്ല, ഉറങ്ങാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. അയ്യം വിളിക്കുക, വേദന കൊണ്ട് അയ്യം വിളിക്കുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. വേദനയുടെ ഗുളികയൊക്കെ 2, 1 കഴിക്കുന്നത് 3 കഴിക്കും. എങ്കിലും എനിക്ക് ആ വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടായില്ല. ഒരു ദിവസം രാവിലെ ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോട് പറയാതെ ഞാൻ ഓട്ടോ വിളിച്ച് മെഡിക്കൽ ഹോസ്പിറ്റലിൽ ചെന്നു. നേരെ ഡോക്ടറുടെ ചെന്നു. ഡോക്ടറിന്റെ കാല് പിടിച്ച് കണ്ടിട്ട് പറഞ്ഞത്, എന്റെ ഫാദറെ, ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാലാകെ പ്രയാസത്തിലായി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വേറെ എവിടെങ്കിലും കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടർക്ക് അറിയാമല്ലോ എന്റെ വലതുകാലം മുറിക്കത്തില്ലായിരുന്നു.
ഡോക്ടർ പറഞ്ഞില്ലയോ ഫാദറെ ഞാനിവിടെ അഡ്മിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ? എന്റെ വീട്ടുകാരെ വിളിച്ചു, അവർ വന്നു, ഡോക്ടറെ കണ്ട ഉടനെ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തു. എന്റെ കാലിന് വേണ്ട ചികിത്സയൊക്കെ 40 ദിവസം എന്റെ കാല് മുറിക്കാതിരിക്കാൻ ചികിത്സയൊക്കെ ചെയ്തു. ഒരു ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഞാൻ മയങ്ങി വീഴാറുണ്ട്. അങ്ങനെയുള്ള ഇഞ്ചക്ഷനും മരുന്നുകളും ഒക്കെ 40 ദിവസം ചെയ്തു. എനിക്ക് വേദന മാറുന്നില്ല. പ്രിയരെ, ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ എന്റെ മക്കളാണ് എന്നെ എടുത്തുകൊണ്ട്, ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ ബാത്റൂമിലൊക്കെ പോകാറുള്ളത്. ആ സമയത്തൊക്കെ എല്ലാവരും കൈവിട്ടു, എല്ലാവരും ഉപേക്ഷിച്ചു, എല്ലാവരും നിന്ദിക്കുന്ന വാക്കുകൾ പറഞ്ഞു. ഞാൻ പലപ്പോഴും വേദനപ്പെട്ട് പറയുമ്പോൾ എന്റെ വൈഫ് എന്നോട് ചോദിക്കും, എന്തിനാ ഭാരപ്പെടുന്നത്? ആരും വന്നില്ലേലും ദൈവം കൂടെ ഉണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ പ്രിയരെ, എന്റെ ഇടത് കാലുമായിട്ട് അവിടെ കടന്നു 41ാമത്തെ ദിവസം എന്റെ വൈഫിനോടും മക്കളോടും പറഞ്ഞു, ഇടത് കാല് മുട്ടിന് താഴെ വെച്ച് മുറിച്ചു നോക്കാം. എന്നോട് പറഞ്ഞില്ല. ഡോക്ടർ അവനോട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ചെന്ന് ഡാഡിയോടൊക്കെ പറ ഇന്ന പോലാണ്. ഇവര് രണ്ടുപേരും വന്ന് എന്റെ തലക്കിലും കാൽക്കലും വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടൊന്നും പറയുന്നില്ല. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്, അക്ഷരം പോലും മിണ്ടുന്നില്ല. അവര് തിരികെ പോയി ഡോക്ടറോട് എന്ന് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്കത് പറയാൻ കഴിയത്തില്ല. ഡോക്ടർ എന്റെ അടുക്ക വന്നു, ഒരു സ്റ്റൂളിട്ട് അവിടെ ഇരുന്നിന്റെ കാലൊക്കെ തിരിഞ്ഞത്, തലയൊക്കെ തലോടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, ഫാദറെ ഞാനൊരു കാര്യം പറയാൻ സങ്കടപ്പെടുന്നത്. ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടറെ? എന്നോട് പറഞ്ഞു, ഇത്രയും ഓപ്പറേഷന് മുമ്പ് ചെയ്തു, ഫാദർ ഇതുവരെ സങ്കടപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്തിട്ടില്ല, എപ്പോഴും സന്തോഷത്തോടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് മുമ്പേ ഭാരപ്പെടരുത്, ഫാദർ കരയേഴ്സ് ഒന്നുകൊണ്ട് ദുഃഖിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടറെ പറയാൻ? ഡോക്ടർ പറഞ്ഞു, ഫാദറിന്റെ ഇടത് കാലം മുട്ടിന് താഴെ വെച്ച് മുറിക്കണമെന്ന്. പ്രിയരെ പറയട്ടെ, ഇത് കേൾക്കുകയും എന്റെ ബോധം എന്റെ ശരീരത്തിൽ നിന്ന് പോയി. കാരണം എന്റെ വലത് കാലം മുറിച്ചു, ഇടത് കാലൂടെ മുറിച്ചാണ് സ്ഥിതി. ഞാൻ ആലോചിച്ച് എന്റെ ശരീരമാകെ ആസകലം ഭാരപ്പെട്ടു. ആരോട് പറയും? അത് നിമിഷം കഴിഞ്ഞപ്പോൾ എന്നെ സ്വത്രം ഐസിയിലേക്ക് ഓടിക്കൊണ്ടുപോകും. എന്താവും, എങ്ങനെയായി തീരുമെന്നൊന്നും അറിയത്തില്ല. ചില ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ശരീരത്തിൽ സുഖം വന്നു. ഞാൻ എന്നോട് വൈഫും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ കടന്നല്ലേ പറ്റത്തുള്ളൂ. പ്രിയരെ, എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഡോക്ടറിനോട് വിവരങ്ങളൊക്കെ സംസാരിച്ചു. എന്നോട് പറഞ്ഞൊരു സംഗതിയുണ്ട്, ഫാദറെ എനിക്ക് വളരെ സങ്കടവും വേദനയുണ്ട്. ഫാദറിന്റെ ഒരു കാല് മുറിച്ചു, എന്നാലും ഞാൻ പറഞ്ഞു ഇത് മുറിക്കാൻ പോകുന്നു, ഫാദറിന്റെ ജീവനെ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നു, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മുഖം മൂടി. ഓപ്പറേഷൻ കഴിഞ്ഞു, എന്നെ ഐസിയുവിൽ കൊണ്ടുവന്നു. ഇത് എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ എന്റെ 2 കാലും ഇല്ല എന്നുള്ളത് എന്നെ വളരെ ബുദ്ധിമുട്ടിച്ചു. സാരമില്ല. അങ്ങനെ ഏകദേശം ചില ദിവസങ്ങൾ അവിടെ കിടന്നതിന്റെ കാല് അത് ഇൻഫെക്ഷൻ കൂടിക്കൂടി വരികയാണ്. രക്തഓട്ടമില്ല, കൂടിക്കൂടി വരുന്നു. ഇങ്ങനെ പറയട്ടെ, എന്റെ ഇടത് കാലം 3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ ഇടത് കാലം എന്ന് പറയുന്നത് തൊടഭാഗത്ത് വെച്ച് മുറിച്ചിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന അവസരത്തിൽ ഈ ഇടത് കാലിന്റെ ചികിത്സയ്ക്കായി 5.5 മാസം ഞങ്ങൾ മെഡിക്കലിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്ത് ചെയ്യാൻ പറയട്ടെ, ഇതിനിടയ്ക്ക് പറയാ, എന്നെ കൈ പിടിച്ച് നടത്തിയ, എന്നെ സ്നേഹിച്ച, എന്റെ കുടുംബത്തെ സ്നേഹിച്ച അനേക ദൈവമക്കളും ദൈവദാസന്മാരും ആ സമയത്ത് ഉണ്ടായിരുന്നു. എങ്ങനെ എന്റെ കുടുംബത്തിന്റെ കാര്യം നടക്കും, എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചത്. എല്ലാവരും ചേർത്ത് പിടിച്ചു. എന്റെ നാട്ടിലുള്ളവർ, എന്റെ മാതൃസഭ, മറ്റുള്ളവരൊക്കെ ചേർത്ത് പിടിച്ചു. എന്നോട് വിളിക്കുന്നവരൊക്കെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തുമ്പോൾ ഞാൻ ധൈര്യപ്പെടുമെങ്കിലും ഇടയ്ക്കൊരു സംശയം എന്റെ മനസ്സിൽ വരും, നിരാശ വരും. 2 കാലില്ലാത്ത അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും? പലപ്പോഴും മരണം മാത്രം മുൻപിൽ കണ്ടു. എന്റെ അയൽവക്കക്കാരൊക്കെ വന്നു, ശവം കാണാൻ തിരിച്ചു വന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്.
എങ്കിലും എന്റെ ദൈവം പറഞ്ഞു, യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. പ്രിയരെ, ഇത്രയും അസുഖമൊക്കെ വന്നു, കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ നാട്ടിൽ വരാഞ്ഞതിനും കാരണം ഒന്നുകൂടെ പറയാം. എന്റെ സ്വന്തം ദേശത്തിന്റെ നിർണത്ത് ആകെ ഉള്ളത് 4.5 സെന്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത്. ഞങ്ങൾ 8 മക്കളുണ്ട്. ഈ 4.5 സ്ഥലത്ത് എന്ത് ചെയ്യും? എന്റെ മൂത്ത ജ്യേഷ്ഠൻ മരിച്ചു, 2 മക്കളുണ്ട്, വൈഫുണ്ട്. എന്റെ മൂത്ത ജ്യേഷ്ഠൻ മരിച്ച് ഒരു വീട് വെച്ചു. അതുപോലെ തന്നെ ഇളയ സഹോദരൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു, അവരും അപ്പുറത്ത് ഒരു വീട് വെച്ചു. 2 വീട് 4.5 സെന്റിലുണ്ട്. ഞാൻ എവിടെ പോകും? നാട്ടിലേക്ക് വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഭാരപ്പെട്ട് ആന്റെ വാശി തന്നെയാകാം എന്ന് കണ്ട് അവിടെ തന്നെ ഉറച്ചു നിന്ന് ഞാൻ പലരോട് പറഞ്ഞു, ആന്റെ മനസ്സിൽ പട്ടയോ മറ്റു പേപ്പറോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളാണ്. ഒരു വീട് വെക്കുവാണ് സാഹചര്യമൊക്കെ പലരും ഒരുക്കി തന്നു. വീട് വെച്ചു. പക്ഷെങ്കിൽ എന്ത് ചെയ്യും? ഈ സ്ഥിതിയിൽ ഇനി ആന്റെ മാഷ് നിൽക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഭാരപ്പെട്ടെങ്കിലും അവിടെ തന്നെ നിൽക്കാൻ ഉറച്ചു. എങ്കിൽ കാലൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ദൈവം മനുഷ്യൻ കൈവിട്ടാലും ദൈവം കൈവിട്ടില്ല. എത്രയോ വേദനകളിലൂടെ കടന്നുപോയി, എങ്കിൽ സ്വർഗത്തിലെ ദൈവം കൈവിട്ടില്ല. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, ഇങ്ങനെ പാടുന്നൊരു പാട്ടുണ്ട്. വന്നു കാണാൻ ആശയുണ്ട് എന്ന് കാണും മേഘവാനിൽ, കൊണ്ടുവരാനൊന്നുമില്ല നാദാ. ജീവിതമാണെന്നും എന്റെ യാഗം, ജീവിതമാണെന്നും എന്റെ യാഗം. സ്നേഹിപ്പാനാരുമില്ലെന്ന് ഓർത്തു കരഞ്ഞ നേരം, സ്നേഹിതൻ നൽകിയ മുറിവിൽ പിടഞ്ഞ നേരം, കരളലിഞ്ഞെന്നെ ദിവ്യ കരത്തിൽ വഹിച്ച നാഥ, കരളലിഞ്ഞെന്നെ ദിവ്യ കരത്തിൽ വഹിച്ച നാഥ, പകരമായി ഞാൻ നൽകും. ജീവിതമാണെന്നും എന്റെ യാഗം. ഇതാണ് എന്റെ അവസ്ഥ, ജീവിതമാണ് എന്റെ യാഗം. പ്രൈസലോ. അതേ പറയട്ടെ, മുൻപോട്ട് ഇവിടെ സമയം വളരെ പെട്ടെന്ന് മുൻപോട്ട് പോകുന്നുണ്ട്. പ്രൈസലോ. എന്റെ 2 കാലും മുറിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്ത് കരിഞ്ഞു. ആ സമയത്ത് അടുത്ത പരീക്ഷ. എന്റെ 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു. 2 കണ്ണും ഒരുപോലെ കാഴ്ച നഷ്ടപ്പെട്ടു. ഒരന്ധനെ പോലെ ഏകദേശം 2 വർഷം ഞാൻ ഒരു അന്ധനായി ജീവിക്കേണ്ടി വന്നു. അന്ധനായിരിക്കുമ്പോൾ സാരമില്ല, എന്റെ കുടുംബക്കാർ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോകും, കുളിപ്പിക്കും, തിരിച്ചു കൊണ്ടുവരും, കട്ടിലിൽ കയറ്റും, അല്ലാതെ മറ്റൊന്നും അറിയത്തില്ല. അങ്ങനെ കിടക്കും. അതിൻ്റെ ഇടയ്ക്ക് കണ്ണ് കാണാൻ വയ്യാതായി. അതിൻ്റെ ഇടയ്ക്ക് എന്റെ മുഖത്ത് ഇടത്ത് സൈഡിൽ ഒരു ചെറിയൊരു ഞുണല് വന്നു. ആ ഞുണലെന്ന് പറഞ്ഞാൽ പിന്നീട് അത് വളരെ ഭയാനകമായി. ഞാൻ ചിലർക്ക് ഇത് എനിക്ക് കാണത്തില്ലായിരുന്നു. എന്റെ എന്റെ ഭാര്യ, എന്റെ മക്കളും ഒക്കെ ഫോട്ടോ എടുത്ത് വെച്ചു. അത് ഞാൻ എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്ത് കാഴ്ച ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതെന്നെ കാണിച്ചു. ഞാൻ ഒന്നേ അത് നോക്കിയുള്ളൂ. കാണാനുള്ള മനസ്സിന്റെ ശേഷിയില്ല, കട്ടിയില്ല. അതുപോലത്തെ അവസ്ഥയിലായി. പ്രിയരെ പറയട്ടെ, മുഖത്ത് മുഴ വന്നു. അല്പമായി ചെറുതായി ഞുണല് വന്നതാ. അത് പഴുത്തത് വ്രണമായി. 1 മാസം ഞാൻ എന്റെ വീട്ടിൽ കിടന്നു. ഇത് കരിയും കുറയുമെന്ന് കണ്ട് പഴുപ്പും വെള്ളവും ഒലിക്കുകയാണ് എന്റെ മുഖത്ത് നിന്ന്. എന്ത് ചെയ്യും? ഒരു ദിവസം ഒരു പാസ്റ്റർ വന്നിട്ട് ചോദിച്ചു, പാസ്റ്റർ അതേ ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ പറഞ്ഞു, പോകണ്ട പാസ്റ്റർ, ഇത്രയും ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു, ഇനി പോകാനുള്ള യാതൊരു സാഹചര്യമില്ല. ആ പാസ്റ്റർ എന്നെ നിർബന്ധിച്ച് ആംബുലൻസ് വിളിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആംബുലൻസ് വന്നപ്പോൾ എന്റെ അയൽവക്കക്കാരെല്ലാം ഓടി വന്നു. ആംബുലൻസ് വന്ന് എന്തിനാണെന്ന്. എന്നെ ഒരു ശവമെടുത്ത് കൊണ്ടുപോകുന്ന പോലെ എന്നെ അവിടുന്ന് സ്ട്രെച്ചറെ കയറ്റി ആംബുലൻസിൽ കൊണ്ടുപോയി. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്നെ ഓപ്പറേഷൻ ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ആളിന്റെ ജീവൻ അപകടത്തിലാണ്, നിങ്ങൾ എവിടെങ്കിലും കൊണ്ടുപോകും, എവിടെങ്കിലും കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞു. എന്റെ കുടുംബക്കാരുടെ സ്ഥിതി അത് യോഗ്യമല്ലാത്തതുകൊണ്ട് കൊണ്ടുപോയ ആ ഡോക്ടർ കാല് പിടിച്ചു. ഡോക്ടറെ, സാറേ ഇവിടെ കടത്തണം, കൊണ്ടുപോകാൻ യാതൊരു വഴിയില്ല. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങൾ എഴുതി തന്നാൽ ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യാമെന്ന്. ഞങ്ങൾ സമ്മതിച്ചു. എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. പറയട്ടെ, എന്റെ മുഖം എന്ന് പറയുന്നത്
പഴുത്ത വെള്ളമായിട്ട് എന്റെ ചെള്ളം മുഴുവനും താഴേക്ക് ചാടി. എന്തായി തീരുമെന്ന് വളരെ ഭാരപ്പെട്ടു. അങ്ങനെ ഒരു എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. സ്ട്രെസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കണ്ണു കാണത്തില്ല. അത് കഴിയുമ്പോൾ എന്റെ വൈഫ് എന്നോട് ചോദിക്കാറുണ്ട്, ഈ ഡ്രസ് ചെയ്യുന്ന അറിയുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ കൈയുടെ വിരല് ആ മുറിവിനകത്തേക്ക് ഇട്ടേറ്റാണ് പഴുപ്പും ചതവും വെള്ളവും എല്ലാം പുറത്തേക്ക് എടുക്കുന്നത്. പ്രിയരെ, സന്തോഷത്തോടെ പറയട്ടെ, എന്റെ ദൈവം ഇത്രയും വലിയ മുറിവ് വന്നിട്ടും ഒരല്പം പോലും വേദന എന്റെ ശരീരത്തിൽ തന്നില്ല എന്നുള്ളത് ദൈവത്തിന്റെ ഒരു കരുണയാണ്. ഇത്രയും വലിയ കയറ്റം അങ്ങോട്ട് കയറ്റും, എന്നിട്ടാണ് പഴുപ്പൊക്കെ ഇങ്ങോട്ട് എടുക്കുന്നത്. കണ്ണ് കാണത്തിൽ അങ്ങോട്ട് ഡ്രസ് ചെയ്യും, 5 മിനിറ്റ് കഴിയുമ്പോൾ അത് മാറിപ്പോകും. എങ്കിലും ഇങ്ങനൊക്കെ കിടന്ന് 22ാമത്തെ ദിവസം ഞാൻ ഡിസ്ചാർജ് നിർബന്ധിച്ച് ഡിസ്ചാർജ് എന്റെ കുടുംബത്തിന്റെ സ്ഥിതി. ഡോക്ടർ പറഞ്ഞു വിട്ടത്, ഇനി നിങ്ങൾ ആന്റെ മാസം നിൽക്കരുത്, എത്രയും പെട്ടെന്ന് മേലാൻഡിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന്. പ്രിയരെ പറയട്ടെ, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി അങ്ങനെ ആയതുകൊണ്ട് വരാന് യാതൊരു കാര്യവും നടക്കത്തില്ല. അവിടെ തന്നെ കിടന്നു. ആ സമയത്ത് എന്റെ പുറകിൽ ഒരു മുറിവ് വന്നു. ഇങ്ങനെ കിടന്ന് ഒരു മുറിവ് വന്നു, അതും വൃണമായി. ഞാനെന്നാ ഒളിച്ചോലത്തെ ഡ്രസ് ചെയ്യുന്നുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ ആ ഡ്രസ്സിങ് എല്ലാം പോകും. പഴുപ്പും വൃണവും ഇങ്ങനെ വിളിക്കുകയാണ്. ഞാൻ പറയാ, എനിക്ക് ഷുഗറുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എന്റെ ദൈവം എന്നെ സൂക്ഷിച്ചെന്ന് പറയുന്നത് 60 ദിവസം വെറും പച്ചവെള്ളവും മരുന്നും കുടിച്ചുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലും ഭവനത്തിലും കഴിയുവാനിടയായിട്ട് ഒരു വക കഴിക്കാൻ പറ്റത്തില്ല. ഒരു ബിസ്ക്കറ്റ് കഴിച്ചാൽ ഛർദിക്കും. അങ്ങനെയുള്ള സ്ഥിതിയിൽ ദൈവം എന്നെ താങ്ങി, എന്റെ കുടുംബത്തെ താങ്ങി. വ്രണം വന്നു മുഖത്ത് നിന്ന് പഴുപ്പും വെള്ളം ഒലിക്കുന്നുണ്ട്. ഞാൻ അല്പമായ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഓട്സൊക്കെ കാച്ചി കൊണ്ടുതരും, എന്റെ കയ്യിൽ കൊണ്ടുതരും. കൊണ്ട് തന്നിട്ട് ഒരു വലിയ കട്ടിയുള്ള തുണി കൊണ്ടുതരും, ഇതവിടെ വെക്കണം, പഴുപ്പും വെള്ളം ഒലിക്കുന്നുണ്ടെന്ന്. അത് ഈ പ്രിയരെ, 2 മിനിറ്റ് കഴിയുമ്പോൾ എന്റെ കയ്യെ കൂടെ പഴുപ്പും വെള്ളം ഒലിക്കാൻ തുടങ്ങും. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്റെ ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കരഞ്ഞത് യാത്രകൾ എന്റെ മുൻപിലൂടെ കടന്നു. അതുപോലെ പുറകിൽ ഒരു മുറിവ് വന്നിട്ട് അതിന്റെ ഞാൻ പറയാ, വേദപുസ്തകം ഇങ്ങനെ പറയുന്ന കർത്താവിനെ കുറിച്ചൊരു വാക്ക് ഇങ്ങനെ പറയും, അവനെ കണ്ടാലാണെങ്കിലും തോന്നുമാറും മുഖം വിരൂപമായി. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയുന്നു. അതിന്റെ അടുത്ത ചിന്ത ഞാൻ പറയാ, യേശുവിനെ കാണുന്നവർ മുഖം മറച്ചു കളഞ്ഞെങ്കിൽ എന്നെ കാണാൻ വരുന്നവർ മൂക്കുപൊത്തി പുറത്തു നിൽക്കുന്നവര്. എന്റെ മുറിവിൻ്റെതായ ഗുണത്തിൻ്റെതായ നാറ്റം എന്റെ റൂമിൽ ആർക്കും കയറാൻ കഴിയത്തില്ല. റൂമിൽ കയറാതെ വിവരം അന്വേഷിക്കാൻ വരുന്നവർ പുറത്ത് നിന്ന് ചോദിച്ച് തിരിച്ചു ഒരൊറ്റ മനുഷ്യന് പോലും അകത്ത് കയറത്തില്ല. എന്റെ ഭാര്യയും മക്കളും ഒക്കെ എനിക്ക് ഡ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കും, പഴുപ്പ് നാറുന്നില്ലേ എന്ന്. ഞാൻ ഉടുക്കുന്ന മുണ്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പഴുപ്പ് കൊണ്ട മുണ്ട് നിറയും. ഞാൻ കിടക്കുന്ന കട്ടിൽ അതുപോലെ തന്നെ. എനിക്ക് പറയാൻ പറ്റുമോ അവരോട് പഴുപ്പ് നാറുന്നെന്ന്? ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് മൂക്ക് പൊത്തി കിടക്കും. എത്രയോ കഷ്ടങ്ങൾ സഹിച്ചു, എല്ലാവരും നിന്ദിച്ചു, എല്ലാവരും തള്ളിക്കിടക്കും. എന്റെ ദൈവം എന്നെ എന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചില്ല എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷം. മുറിവ് അങ്ങനെ ഇരിക്കുന്നു, മുഖത്തെ പാടങ്ങനെ ഇങ്ങനെ ഒരു ഡ്രസ് ചെയ്യുന്നുണ്ട്. ഡ്രസ് ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോൾ 2 മിനിറ്റ് ആ ഡ്രസ്സിങ് എല്ലാം പോകും. ഇങ്ങനെ ഡ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഇനി ഡ്രസ് ചെയ്യണ്ട, ചെയ്തിട്ട് പ്രയോജനം. എന്നോട് ചോദിച്ചു, ഈ പഴുപ്പ് ഇങ്ങനെ ഒലിക്കുന്ന എന്ത് ചെയ്യും? ഒരു മനുഷ്യൻ പോലും വീട്ടിൽ കയറത്തില്ല, എന്ത് ചെയ്യും? ഞാനും ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന പോയ. ഇങ്ങനെ ചില ദിവസം കഴിഞ്ഞപ്പോൾ ഡ്രസ്സിങ് നിർത്തി എന്നെ കുളിക്കാൻ കയറ്റും. ഞാൻ അവിടെ നിന്ന് കുളിക്കുമ്പോൾ നല്ലതുപോലെ തേക്കും. പുറകിൽ തേച്ചിട്ട് ദൈവത്തോട് പറയുന്നൊരു ചോദ്യം പറച്ചിലുണ്ട്, കർത്താവേ, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറണം, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറണം.
പറയുവാൻ കാരണം എല്ലാവരും കണ്ട് മൂക്കുമൊത്തിപ്പോകുന്ന അവസ്ഥ. എന്റെ വീട്ടിൽ വരുന്നവർ എന്റെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോകുന്ന സന്ദർഭം. അങ്ങനെ ഇരുന്നപ്പോ ചില ദിവസം കഴിഞ്ഞു. കുളിക്കും കുളിച്ചേച്ച് വന്ന് കാര്യങ്ങളെല്ലാം മുൻകൊടുക്കും. അത് എളുപ്പം തന്നെ. ഏകദേശം 6-7 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ പുറകിലുള്ള മുറിവ് എങ്ങനെ ഉണങ്ങി എന്നെനിക്കറിയത്തില്ല. വേദപുസ്തകം അവന്റെ അടിപ്പുണരുകളാൽ എനിക്ക് സൗഖ്യം തന്നു എന്ന് വായിക്കുന്ന പോലെ എന്റെ പുറകിലെ മുറിവ് പൂർണ്ണമായി ഉണങ്ങുവാനിടയായിത്തീർന്നു. കുളിച്ച് 7ാമത്തെ ദിവസം ഭാര്യ എന്നോട് ചോദിച്ചു, മുറിവ് ഉണങ്ങിയോ? ഞാൻ ചോദിച്ചു, എന്താ? പഴുപ്പൊന്നും മാറുന്നില്ല. നോക്കി, പച്ചമീൻ എങ്ങനെ വെയിലത്ത് കിടന്ന് ചുരുണ്ടുണങ്ങുമോ അതുപോലെ എന്റെ പുറകലത്തെ മുറിവ് ഉണങ്ങി. പ്രിയരെ, എന്റെ ദൈവം വിശ്വസ്തന. മനുഷ്യരുടെയും എനിക്കുണ്ടായിരുന്ന ദൈവം മാറ്റിക്കളഞ്ഞു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ ഒത്തിരി പറയണമെന്ന് താല്പര്യമുണ്ടെങ്കിലും ഞാൻ വളരെ പെട്ടെന്ന് നിർത്തുവാൻ താല്പര്യപ്പെടും. പ്രിയരെ, പറയട്ടെ, അങ്ങനെ മുറിവെല്ലാം ശരിയായി. കണ്ണിന് കാഴ്ചയും എന്ത് ചെയ്യും? ഡോക്ടർമാരെല്ലാം പറഞ്ഞു കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇടത് കണ്ണിങ്ങനെയായി, ഇടത് സൈഡ് മൊത്തത്തിൽ പോയി, കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഏതായാലും തീരുമാനിച്ചു. എന്റെ ഭരണത്തിൽ എല്ലാം പറ്റത്തി. ഇവിടെ ആണെങ്കിൽ, തൃശ്ശൂരാണെങ്കിൽ 17 സ്റ്റെപ്പ് കയറി മേളിൽ വരണം. മേളിലാണ് വീട്. വീടെന്ന് പറയുന്നത് പണ്ടത്തെ ഒരു വീടാ, ഓടിട്ട വീടാ. പട്ടിയെല്ലാം പോയി, ഓടെല്ലാം പോയി ടാർപ്പ വലിച്ചു കെട്ടിയിരിക്കുന്നതാണ്. ആ വീട്ടിലേക്കാണ് വരേണ്ടത്. ഒരു ഇന്ത്യൻ ബാത്റൂമാണ്. എങ്ങനെ വരും? കാര്യങ്ങൾ ചെയ്യും. ഒന്നും നടക്കത്തില്ല. പ്രാർത്ഥിച്ചു. ഒരു ദൈവദാസൻ നിങ്ങൾ നാട്ടിൽ പോകും. ഞാൻ പറഞ്ഞു, ബസ്സിൽ പോകാനുള്ള യാതൊരു കാര്യം. എന്നോട് എന്താ ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞു, ഇന്നതുപോലാണ് ബസ്. എന്നോട് പറഞ്ഞു, ബസ് ധൈര്യമായിട്ട് പോകാൻ ഒരുങ്ങിക്കോ, ഞാൻ ആ കാര്യങ്ങൾ ചെയ്യാം. പ്രിയരെ, 2-3 ദൈവദാസന്മാരുടെ കരുണയാൽ അതിൻ്റെതായ ഇവിടെ ഒരു ചെറിയൊരു റൂം, ഒരു ബാത്റൂം പണിയുവാനുള്ള കാര്യങ്ങൾ ചെയ്തു തന്നു. നാട്ടിൽ കടന്നു വന്ന് എന്ത് ചെയ്യും? ഞങ്ങളിവിടെ ഒരു ചെറിയ വീട് വെച്ച് എന്ത് ചെയ്യും? അത് വിൽക്കാൻ പറ്റത്തില്ല. പട്ടയില്ല, ഒന്നുമില്ലാത്തതുകൊണ്ട് വിൽക്കാനൊന്നും പറ്റത്തില്ല. എന്ത് ചെയ്യും? ഒരാൾക്ക് കൈമാറി, അവിടെ കുറച്ച് കടമുണ്ടായിരുന്നു, കൈമാറി തിരിച്ചു വരുവാനിടയായിത്തീർന്നു. ഇവിടെ അവൻ എന്ത് ചെയ്യും? 4 പേര് കൂടി ഒരു വണ്ടി, ഒരു മേളിൽ കയറ്റി ഇതൊന്നും ചെയ്യും. മുമ്പോട്ടും പോകാൻ കഴിയത്തില്ല. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ ഭാര്യയുടെ അമ്മ ഇവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, കണ്ണൊന്നും കാണത്തില്ല, പറഞ്ഞു, ഞാനൊരു 9-10 സെന്റ് സ്ഥലം തരാം, വീട് വെക്കാം, സ്ഥലം തരാം. അത് മാത്രമേ ഉള്ളൂ. സ്ഥലം എന്ന് പറഞ്ഞാൽ കുഴിയാ. 16-17 സ്റ്റെപ്പ് താഴെ ഇറങ്ങി ചെന്നെങ്കിലേ സ്ഥലത്ത് നിർത്തുള്ളൂ. ഞാൻ ചിന്തിച്ചത്, ഇവിടെ എങ്ങനെ വീട് വെക്കും? എന്ത് ചെയ്യും? ആര് സഹായിക്കും? എന്റെ സ്ഥിതി ഇതാണ്, ആര് സഹായിക്കും? എന്റെ കുടുംബത്തിന്റെ സ്ഥിതി ഇതാണ്, ആര് സഹായിക്കും? എന്റെ മൂത്ത മകനാണെങ്കിൽ എന്റെ അസുഖം കൊണ്ട് 10ാം ക്ലാസ് കൊണ്ട് പഠിത്തം നിർത്തേണ്ടി വരെ വന്നിട്ട്, അതുകൊണ്ട് അത് വന്നാണ് ഇടയ്ക്ക് പറയാതിരിക്കുന്നത്. അങ്ങനെ വീടിന്റെ സ്ഥലം തരാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ആരോട് ചോദിക്കും? കണ്ടു കാണത്തില്ല. എന്തെങ്കിലും തീരുമാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ നവംബർ മാസം 27-ാം തീയതി തോന്നുന്നു, ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്റെ ഇവിടെ വീട്ടിൽ പറഞ്ഞു, നമുക്ക് ഡിസംബർ 1-ാം തീയതി വീടിന് കുറ്റിയടിക്കാറുണ്ട്. എന്നോട് ചോദിച്ചു, പൈസ എവിടുന്ന? ആര് തരുമെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാവും. പ്രിയതയെ പറയട്ടെ, 1-ാം തീയതി രാവിലെ കുറ്റിയടിക്കാൻ തീരുമാനിച്ചു. കുറ്റിയടിക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും വന്നു, ഈ കുഴിയിൽ വീട് വെച്ചിട്ട് എന്ത് ചെയ്യാന്? ഞാൻ ചിന്തിച്ചു, കുഴി വീട് വെച്ചാൽ മുഖപ്പോട്ട് കയറാൻ ലിഫ്റ്റ് ഉണ്ടാക്കാം. അങ്ങനെയുള്ള സ്ഥിതിയിലാണ് എന്റെ കുടുംബത്തിന്റെ സ്ഥിതി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രിയരെ, ദൈവത്തിൻ്റെതായ കരം കൂടെ ഇരുന്നു. ഞാൻ നിങ്ങളെ അവസാനത്തിൽ പറഞ്ഞു തീർക്കട്ടെ. ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. വീട് പണി ആരംഭിച്ചു. അവിടെ മണ്ണിട്ട് നികത്തി പില്ലറെ പൊക്കി വീട് പണി ആരംഭിച്ചു. പ്രിയരെ, പറയാം, വീടിന്റെ അനേകരുടെ സഹായവും പ്രാർത്ഥനയും അനേക ദൈവമക്കൾ സഹായിച്ചു, പ്രാർത്ഥിച്ചു. എന്നെ ഇവിടെ വന്ന് കണ്ടു, എന്നെ സഹായിച്ചവരുണ്ട്. പ്രൈസലോ. എങ്കിൽ എന്റെ വീടിൻ്റെതായ 80% പണി പൂർത്തിയായി. എന്റെ ആഗ്രഹം നിങ്ങളോട് പറഞ്ഞു നിർത്താറ്. എന്റെ എനിക്ക് സമ്പന്നനാകണമെന്നോ മറ്റൊന്നും. എന്റെ ആഗ്രഹം 80% പണി കഴിഞ്ഞു. അതിന്റെ പണി പൂർത്തിയായി. താമസമില്ല. അതിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം പാർക്കണം എന്നൊരാഗ്രഹം മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റേ,
ഈ സ്ഥിതിയിൽ ഒരു 4 വീലർ എടുക്കുന്നതല്ല ഞാൻ പറഞ്ഞു. എനിക്ക് അതൊരു ആഗ്രഹവുമില്ല, 4 വീലറോ 2 വീലറോ ഒരു ആഗ്രഹവുമില്ല. എന്റെ ആഗ്രഹം ഇത് മാത്രമാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്റേ ദൈവം ഈ പാസ്റ്റർ ആഗ്രഹത്തെ സാധിപ്പിക്കും. എന്റെ പ്രിയ ദൈവമക്കളെ, എന്റെ സൂമിൽ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ വളരെ വിനയത്തോടെ താഴ്ന്നു ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്നെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതുവരെ നിർത്തി ദൈവം തളർന്നു പോകാൻ, ക്ഷീണിച്ചു പോകാൻ ദൈവം നിലനിർത്തി, ദൈവം സഹായിച്ചു. ഒറ്റപ്പെട്ട സന്ദർഭങ്ങൾ, മാനസിക രോഗിയായി തീരേണ്ട സന്ദർഭം, മാനസിക രോഗത്തിന്റെ മരുന്ന് വരെ കഴിക്കേണ്ടി വന്ന ഒറ്റപ്പെട്ട സന്ദർഭം, അവിടുന്നൊക്കെ ദൈവം എന്നെ വിടുവിച്ച് ഇത്രത്തോളം ഇവിടെ നിർത്തിയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ഒരു സാക്ഷിയായി അനേകർക്ക് പ്രയോജനകരമായി തീരുവാനാണ് എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇന്ന് ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ചിലരോട്, വേദനയോട് കടന്നു പോകുന്ന ചിലരോട് ദൈവാത്മാവിടെ ഇവിടുന്ന് വാക്യം അതാണ്: മനുഷ്യൻ തള്ളിയാൽ തള്ളിക്കളയത്തില്ല. മനുഷ്യയിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രിയരെ, ഞാൻ മുഖത്തെ ഒരു മുഴയുടെ കാര്യം പറഞ്ഞു. ഞാനൊരു 2-3 പേർക്ക് എന്നോട് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തിട്ട് അവരെന്നോട് തിരിച്ചു പറഞ്ഞു, പാസ്റ്റേ ഇത് കാണാനുള്ള ശേഷിയില്ല, ഞാനത് കണ്ട് തല കറങ്ങിയെന്ന്. പ്രിയരെ, പറയട്ടെ, കണ്ടു നിൽക്കാൻ ഒരു മനുഷ്യന് കഴിയത്തില്ല. പറയുമ്പോൾ സന്തോഷമാണ്, എല്ലാവർക്കും ചിന്തിക്കാം. ഈ ചെറിയൊരു മുഴ കണ്ടു കഴിഞ്ഞാലേ അതിന്റെ വലിപ്പം മനസ്സിലാകത്തുള്ളൂ. അതിന്റെ രോഗാവസ്ഥ മാറി എങ്കിൽ സ്വർഗത്തിലെ ദൈവം എന്നെയും എന്റെ കുടുംബത്തെ നിർത്തി ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ എന്നെ, എന്റെ കുടുംബക്കാർ, എന്റെ മക്കൾ എന്നെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തു, എന്നെ ശുശ്രൂഷിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഞാൻ നിങ്ങളോട് അവസാനമായി പറഞ്ഞു നിർത്തട്ടെ. പ്രിയ ദൈവമക്കൾ, ഈ ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവാസന കുടുംബം, എന്നെയും എന്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ഹിതം മാത്രം ജീവിതത്തിൽ നിറവേറണം. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മുൻപോട്ട് പോകുക. അതിലുപരിയായി ഭവനത്തിന്റെ പണികൾ പൂർത്തിയായി അതിൽ പോയി ഈ ഇളകി വരുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥക്കൊക്കെ ആയിരിക്കും എത്രയും പെട്ടെന്ന് താമസമാക്കുവാൻ ദൈവം വഴികൾ ഒരുക്കി ദൈവം മാനിക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാ കാര്യവും അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് സമയം അനുവദിച്ചു തന്ന ദൈവത്തിന്റെ ദാസനോടും അതേ ഗ്രൂപ്പിലെല്ലാവരോടും എന്റെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. സമയം ലഭിക്കുന്ന അനുസരിച്ച് ഞാൻ പിന്നെ നിങ്ങളുടെ മധ്യ കടന്നു വരും. ദൈവത്തിൻ്റെതായ സാക്ഷ്യവും വചനവും പറയുവാൻ ഞാൻ പിന്നെ നിങ്ങളുടെ മുമ്പ് കടന്നു വരും. അതിന് ദൈവം അവസരം ഒരുക്കട്ടെ, അതിനെല്ലാ കാര്യത്തെയും ക്രമീകരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.